ദൈവത്തിന് പോലും വിട്ടില്ല. നമ്മളെ പിന്നാണ് വിടാൻ പോകുന്നത്. ഞാൻ അങ്ങനെ ഇരിക്കത്തുള്ളൂ. ഇവന്റെ ഭരണം വരുന്നതിന് മുമ്പാ പോയത്. ഉള്ള കാര്യം തുറന്നു പറയാം. അത് പിന്നെ ഞാൻ ഇന്ന് വരെ നാടാവട്ടാൻ പോയി. രാഷ്ട്രീയ ഇടപെടലുകൾ മാത്രമേ ഉള്ളൂ ഇതില്ല, അല്ലാതെ വേറെ ആ പാട്ടിൽ അത്ര വലിയൊരു അർത്ഥമായിട്ട് ആരും കണക്കൂട്ടുന്നില്ല. അതൊരു സംഭവം സംഭവിച്ച ഒരു പാട്ട് വന്നു, ഇനി വേറൊന്ന് വരുമ്പോ വേറൊരു പാട്ട് വരും. അത്രയ്ക്കും മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരാണോ എന്ന് നമ്മൾ ചിന്തിച്ചു കാണും. അയ്യപ്പന്റെ ശരിക്കും അയ്യപ്പന്റെ സ്വർണം കണ്ടപ്പോഴാണോ അതോ ഈ പാട്ട് വന്നപ്പോഴാണോ കാണപ്പെട്ടത്? ശരിക്കും അല്ല, നേരത്തെ അത് സംഭവം നടന്നല്ലോ. സ്വർണം മാറ്റി. ആവശ്യമായിട്ടുള്ള വിവാദമായിരുന്നില്ലേ സിപിഎം കാണിച്ചത്? അതെ, സത്യമായിട്ടും അങ്ങനെ തന്നെ പറയത്തുള്ളൂ. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. കാരണം വെച്ചാൽ അത് ഇപ്പം ഞാനൊരു ബേസിക്കലി ഹിന്ദു ആണെങ്കിലും എൻ്റെ അച്ഛൻ ഡ്രൈവറാണ്. അപ്പം എൻ്റെ അച്ഛൻ മുസ്ലിമിൻ്റെ അവിടെ പോയിട്ടാണ് ജോലി ചെയ്തിരുന്നത്. ബേസിക്കലി ഞാൻ ക്രിസ്ത്യാനിറ്റിയിലാണ് ബിലീവ് ചെയ്യുന്നത്. അപ്പം എൻ്റെ 3 റീജിയനായിട്ട് കണക്ഷൻ ഉണ്ട്. പക്ഷെ ഞാൻ അവരൊന്നും ഒരിക്കലും പ്രൊമോട്ട് ചെയ്യത്തില്ല. ഇവരെന്ന് വെച്ചാൽ ദൈവത്തിന് പോലും വിട്ടില്ല. നമ്മളെ പിന്നാണ് വിടാൻ പോകുന്നത്. ഞാൻ അങ്ങനെ ഇരിക്കത്തുള്ളൂ. സത്യം മടുത്ത് ഭയങ്കരമായിട്ട് മടുത്ത്. എനിക്ക് CPM എന്ന് പറഞ്ഞാൽ ഞാൻ അവർ സത്യം പറഞ്ഞാൽ പച്ചയ്ക്ക് പറയുന്ന, പക്ഷെ പറയുന്നില്ല. അത് നല്ലൊരു സോങ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ അതിനെ അംഗീകരിക്കും. പിന്നെ ഞാൻ രാഷ്ട്രീയം പറയുവാണെങ്കിൽ ഞാൻ എനിക്കൊരു സ്വന്തമായിട്ടൊരു രാഷ്ട്രീയമുണ്ട്, അത് നമുക്ക് പറയാനൊക്കെ. പക്ഷേ ഈ പാട്ട് എല്ലാവരും അംഗീകരിക്കുന്ന പാട്ടാണ്, അത്യാവശ്യമായി പാട്ട്. അതുപോലുള്ള മോഷണം അവിടെ നടന്നത് ഉള്ള കാര്യം തന്നെ. അതിനൊരു എതിർപ്പ് എനിക്കില്ല. ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല. അത് ചെയ്യുമല്ലോ, എല്ലാവരും അതിനെതിരില്ല. അതുകൊണ്ട് ഇപ്പൊ ഹൈക്കോടതി ഇച്ചിരി ശക്തിയായി. പിന്നെ രാഷ്ട്രീയം പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്, അതൊന്നും നമ്മൾ പറയാം. അത് ശരിയല്ലല്ലോ. അതല്ല, എന്തോ പറയാന്. ഏതായാലും അറിഞ്ഞല്ലോ വിവരം. പാട്ടി നടക്കല്ല, ഇത് പാടിപ്പോന്ന് തന്നെ. തമാശ പറയല്ല, അതേ തോന്നിയ ശബരിമല ചെയ്തത്. എല്ലാ മതസ്ഥർക്കും അത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഒരാൾക്ക് തന്നെയല്ലത് ഏറ്റവും തോന്നിയ കാണിച്ചത്. എന്നിട്ട് ഇന്ത്യ എല്ലാം അവരാരും അല്ലല്ലോ ചെയ്തത്. അകത്ത് കിടപ്പുണ്ട്, അവരാരും അല്ല ചെയ്തത്. ഇനിയുണ്ട്, ഇനി പിടിക്കാൻ കിടക്കുന്നുള്ളൂ. വരട്ടെ കയറും അകത്ത്. ഇത് വിറ്റ കാശ് ഇന്ത്യയെ അത് ഇതുവരെ പോലീസിൽ പിടിക്കാൻ വെച്ചിട്ട്. ബാക്കി സ്വർണ്ണം സ്വർണ്ണം എവിടെ പോയി? എനിക്കത് ദുഃഖമുണ്ട്. നമ്മളും വർഷത്തിലൊരിക്കലെങ്കിലും ശബരിമല നടയാ വിട്ടുന്നത്. ഈ പ്രാവശ്യം പോയില്ല. ഈ കൊള്ളക്കാരവിടെ കയറിയ പിന്നെ ഞാൻ പോകാത്തത്. ഞാൻ 8-9 വർഷമായി ഇപ്പോൾ ശബരിമല നടയാ വിട്ടിട്ട്. എൻ്റെ പെണ്ണുമ്പിള്ളയും കൊണ്ട് ഒരു പ്രാവശ്യം കഴിഞ്ഞിടയിൽ പോയി. അത് ഇവൻ്റെ ഭരണം വരുന്നതിന് മുമ്പാ പോയത്. ഉള്ള കാര്യം തുറന്നു പറയാം. അത് പിന്നെ ഞാൻ ഇന്ന് വരെ നടവിട്ടാൻ പോയി. കേസ് എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത് തന്നെ വേറൊരു സോങ് ഇതിന്റെ കോപ്പി അടിച്ചെഴുതിയാന്ന് പറയപ്പെടുന്നു. നമുക്കറിയില്ല. പിന്നെ ഇതേപോലെ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ മതവികാരം വ്രണപ്പെടുന്ന തക്കത്തിലുള്ള ഒരു ലൈനും അതിൻ്റെ അകത്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് വെറും പൊളിറ്റിക്കൽ അജണ്ട വെച്ചുള്ള കേസാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത് വെറും കേസെടുത്താലും അത് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. ഇത് കോടതി അത് തന്നെ. അത് ജസ്റ്റ് ഒരു പൊളിറ്റിക്കൽ അജണ്ട. അത് നമ്മളതിൻ്റെ അകത്ത് ഒരഭിപ്രായം പറയേണ്ട കാര്യം പോലും ഇല്ല. കാരണം അതൊരു ശുദ്ധ മണ്ടത്തരമാണെന്ന് കോമൺ സെൻസുള്ള എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. അല്ല, അതാണ് അത് ഈ പറയുന്ന നെഗറ്റീവ് എഫക്ട്സ് ഇവർക്ക് ഇത്രയ്ക്കും മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരാണോ എന്ന് നമ്മൾ ചിന്തിച്ചു കാണും. കാരണം അത് ശരിക്കും അത് മിണ്ടാണ്ടിരിക്കുകയായിരുന്നെങ്കിൽ അത് അവിടെ തീർന്നു പോകേണ്ട ഒരു ഇഷ്യൂ. ഇനി അത് കൂടുതൽ വൈറലായി, അത് കൂടുതൽ ചർച്ചകളിലോട്ട് വന്ന് അത് അവർക്ക് കൂടുതൽ നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കാൻ അത്രയും ഉള്ള ബുദ്ധിപരമായ ശേഷിയില്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. എന്തിനു കേസെടുക്കണം? കേസെടുക്കണ്ടേ? പാട്ട് ഏതൊക്കെ രീതിയിലുള്ള പാട്ടുണ്ട് ഇവിടെ, അതിനൊക്കെ കേസെടുത്തിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു പാട്ടിന് കേസെടുക്കണം എന്തുകൊണ്ടെന്നാൽ ഈ പാട്ട് ഇവിടെ കിടന്ന് പാടും ആൾക്കാർ. അത് കൊടുക്കണ്ടേ? ചെയ്യാത്ത കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും പാട്ടിലില്ല. പാട്ടും എല്ലാവർക്കും രസിക്കാനാണ്, നേരം പോക്കാണ്. പിന്നെ അതങ്ങനെയല്ലേ, അതിലെന്താണ്? അതൊരു സംഭവം സംഭവിച്ച ഒരു പാട്ട് വന്നു, ഇനി വേറൊന്ന് വരുമ്പോൾ വേറൊരു പാട്ട് വരും. അങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്.
അപ്പോൾ അത് ഓരോരുത്തരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ, അതങ്ങനെ നടന്നുകൊള്ളട്ടെ. എല്ലാവരും പാരടിക്കാനും നടത്താറുള്ളതല്ലേ. അല്ല അതിൽ കേസിന് ഇതൊന്നും അതിലില്ലല്ലോ, അത്ര വലിയൊരു ഇമ്പോർട്ടൻ്റ് ഒന്നും അതിലില്ല. അത് ഇതിനു മുമ്പും പല പാർട്ടിക്കാരും ഇത്തരത്തിലുള്ള സ്വാഭാവികമായിട്ടും അതിനെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് മറ്റു പാർട്ടിക്കാരെ രാഷ്ട്രീയ ഇടപെടലുകൾ മാത്രമേ ഉള്ളൂ ഇതില്ല. അല്ലാതെ വേറെ ആ പാട്ടിൽ അത്ര വലിയൊരു അർത്ഥമായിട്ട് ആരും കണക്കൂട്ടുന്നില്ല. വർഷക്കണക്കിന് മുമ്പ് ഈ പാട്ട് ഇറങ്ങിയതാണ്, ഇതിന്റെ പാരഡി ഗാനങ്ങളാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഒക്കെ ഇറങ്ങിയതാണ്. പക്ഷെ ഇതുവരെയായിട്ട് അത് ആരും ഒരു വിവാദത്തിലേക്ക് വലിച്ചയച്ചിട്ടുള്ള ഇത് രാഷ്ട്രീയ മുതലെടുപ്പാണ് എൻ്റെ അഭിപ്രായം. അത്രയാണ്. അതെ അതെ തീർച്ചയായിട്ടും കേസെടുത്തിട്ട് ഒന്നും കൂടിയും അത് എന്താ പറയാ, അതൊന്നും കൂടിയും ഒന്ന് ഫേമസ് ആയി, ആ പാട്ട് അത്രയും ഒന്ന് സക്സസ് ആയി. അത് അത്രേ ഉള്ളൂ. അതെ 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 ഇലക്ഷൻ കഴിഞ്ഞിട്ട് പോലും അത് ചർച്ച ഇത് ഇങ്ങനെ ഈ കേസുപരമായിട്ട് നീങ്ങിയപ്പോഴാണ് ഇതൊന്നും കൂടി മറ്റുള്ള പാർട്ടിക്കാർ അത് മുതലെടുക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.